യിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്ന തിരുവചനം, യേശു അവൻ്റെ പിതാവിനോട് ചോദിച്ചു, ഇത് തുടങ്ങിയിട്ട് എത്ര നാളായി? അവൻ പറഞ്ഞു, ശൈശവം മുതൽ. ഒരു മകനെ അസ്വസ്ഥതകൾ മൂലം പിതാവ് യേശുവിൻ്റെ അടുത്ത് അവനെ കൊണ്ടുവരുന്ന രംഗമാണ് നമ്മൾ ബൈബിളിൽ വായിച്ചു നോക്കുക. അപ്പോൾ ഈശോ അവൻ്റെ പിതാവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യവും അതിന് ആ പിതാവ് പറയുന്ന മറുപടിയുമാണ് നമ്മളിന്ന് മനസ്സിലാക്കുക. ജീവിതങ്ങളിൽ പലപ്പോഴും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും രോഗപീഠകളും ഒക്കെ ചെറുപ്പകാലം മുതലേ അലോസ്ഥിതപ്പെടുത്തുന്ന ഒട്ടനവധി വ്യക്തികൾ നമ്മുടെ ചുറ്റുമുണ്ടാവാം. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ അവസാനിക്കുന്നില്ല എന്നവർക്ക് തോന്നുന്നുണ്ടാവാം. ഒന്നിനുമേൽ ഒന്നായിട്ട് പ്രശ്നങ്ങൾ ഏറി വരുന്നതായിട്ടും അനുഭവപ്പെട്ടേക്കാം. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ യേശുവിനെ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിയുടെ യഥാർത്ഥ സൗഖ്യത്തിൻ്റെ കഥയാണ് ഇവിടെ നമുക്ക് പറഞ്ഞു വയ്ക്കുക. വചനം പറയുന്നു, ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നവൻ സൗഖ്യം കണ്ടെത്തുകയാണ്. നമ്മുടെ രോഗാവസ്ഥകളിലും പീഡകളിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും സൗഖ്യമായിട്ട് കടന്നു വരുന്നവനാണ് കർത്താവ്. അവൻ സൗഖ്യം നൽകുന്ന കർത്താവ് എന്ന് വചനം പറയുകയാണ്. ഈ ഒരു തീഷ്ണതയിലാണ് നമ്മൾ ദൈവസ്നേഹത്തെ കണ്ടുമുട്ടുക. നമ്മുടെ രോഗങ്ങളിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും ആശ്വാസമായി കടന്നു വരുന്ന യേശുവിനെ അല്പം കൂടി സ്നേഹിക്കുവാൻ പരിശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള ദൈവ വചനം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ദൈവം സ്നേഹമാകുന്നു. ആ സ്നേഹമാകുന്ന ദൈവത്തെ അല്പം സ്നേഹിക്കുവാനും അവൻ്റെ സ്നേഹം സ്വന്തമാക്കുവാനും ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ ജീവിതം അർത്ഥപൂർണ്ണമായി തീരുക. മത്സരങ്ങളുടെയോ വ്യർത്ഥഭാഷണങ്ങളുടെയോ താൻ പോരുമിതയുടെയോ ഒക്കെ മേഖലകളിൽ വ്യാപരിക്കുന്ന ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ടത്